എല്ലാം ഇരുമ്പഴികളാണെങ്കിൽ ഇതിനകത്ത് എന്തോടാ ഞാൻ കരുതി ആന കിടക്കണം നമ്മുടെ ഒരു നിഗൂഢമായ ഒരു സ്ഥലമാണ് ഈ കല്ലടത്തണ്ണി വട്ടത്തിലാറ് ഏരിയ. ആ ഏരിയക്കുള്ളിലാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വീടിൻ്റെ ഒരു ഇതൊന്നുമല്ല. നോക്കിയും ഇതിൽ പണ്ട് ഈ എസ്റ്റേറ്റിലെ സാഹിബ് താമസിക്കാൻ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടിട്ട് നല്ല പഴക്കമുണ്ടല്ലേ. ഇതെല്ലാം ഇരുമ്പഴികളാണല്ലേ. ഒരു ജയിൽ സെറ്റപ്പ് നോക്കിയാൽ ഇതിനകത്ത് നോക്കിയില്ല പ്രേതപ്പടങ്ങളിലല്ലേ ഈ കോഞ്ചറിങ് അങ്ങനെയാണ്. ഷെടാ വല്ലാത്തൊരു ഇതാണ്. നോക്കിയാ കഥ നോക്കിയാണ് പാറ. ഇതെല്ലാം കല്ലുകൊണ്ടാണ് കെട്ടിയിരുന്നത്. അതുകൊണ്ട് ഇരുമ്പ് ഡോറുണ്ട്. ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് കാണത്തില്ല. വവ്വാലൊക്കെ കാണും കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നാളായിട്ട് ഇപ്പോൾ ആൾതാമസമില്ല. ഏകദേശം ഒരു 10 വർഷം 11 വർഷത്തിൽ അടുപ്പിച്ചായിക്കണം. ഇതിനകത്ത് ആരും താമസിക്കുന്നില്ല. ഇതിനകത്ത് എന്തോടെ ഇതിന്റെ കേരള തട്ടിട്ട് മാറിയെന്നു. തട്ടിട്ട് മാറി. ഹലോ ഹലോ ഇത് ആരെങ്കിലും ഇവിടെ എൻ്റെ ടോർച്ച് എടുത്തേണ്ട ബാഗും. ഇതിനകത്തെ റബ്ബറാ എന്തിനാ കൊണ്ടിട്ടേക്കും. ഓ ഇവിടെയെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണ്ട. ഇതിനൊന്നും കാല് എല്ലാം വീഴാറായി കേട്ടാ. ഇടിഞ്ഞ് സെപ്റ്റിക് ആവില്ല. എന്നുകൊണ്ട് കാലൊന്നും ഒന്ന് കൊള്ളല്ലേ. ഇത് കണ്ടപ്പോ എനിക്ക് സത്യം ഞെട്ടിപ്പോയി. ഞാൻ വെച്ചാൽ ജീവികളാണ് തിരിച്ചു വെച്ചത്. ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താണെന്ന് കാണാൻ അറിയാമോ കേട്ടോ. ഫുള്ള് ഇടിഞ്ഞു ഇടിഞ്ഞ് കിടക്കുന്നു കേട്ടോ. നമ്മൾ കാളവണ്ടിയിലുണ്ട്. അതൊക്കെ ഉണ്ട്. ആ ടയറൊക്കെ ഉണ്ടാവുണ്ട്. പഴയല്ലേ കാളവണ്ടിയുടെ ടയർ ഇതിൽ ഒരുപാട്. ആക്ച്വലി ഇത് ഒരു 100-150 വരുന്ന ഏക്കറിനുള്ളിലുള്ള ഒരു എസ്റ്റേറ്റാണ്. റബ്ബർ തോട്ടമാണ്. ഇത് ആരെങ്കിലും പരിപാലിക്കണുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇതുമല്ല ഈ ടോർച്ചറിങ് സെൻ്റർ ആണോ ഇത്? നോക്കിയാണ് ജയില് പോലെ എന്തോടെ വീടല്ല എന്തായാലും. ഇതൊരു സാധാരണ ഒരു വീട്ടിൻ്റെ ഇതൊന്നുമായിട്ടൊന്നും തോന്നുന്നില്ല.
എനിക്ക് തോന്നുന്നു ഇത് സ്റ്റോറേജോ അങ്ങനെ ഗോഡാണോ ഉണ്ട് ഇതൊക്കെ അങ്ങനെ എന്തൊക്കെയാണ് ഈ അവർ ഈ റബ്ബറൊക്കെ ഇവിടേക്ക് താമസിക്കാനായിട്ടുള്ള 1-2 മുറി കാണുമായിരിക്കും അല്ലേ? അതിൻ്റെ അത് തന്നെ പോഷൻ തന്നെ അത്. എൻ്റെ മണ്ടയിലൊക്കെ കയറി ഇടിഞ്ഞ് വീഴുന്നുണ്ട്. ഒരു സ്മെല്ലടിക്കുന്നല്ലേ? അരണക്കുട്ടി, അരണപുരാണം. ഇത് പുകപ്പരയായിരിക്കും കേട്ടാ. പുകപ്പരയോ എന്തോടെ ഇത് പട്ടിക്കൂടോ? വലിയൊരു ഡോബർമാൻ കണക്കുന്ന സാധനം ചാടി വരണം അല്ലേ? ഇതിനകത്തും കിടക്കുന്നു. ഹീറ്ററാ ഇതാണ് ഇൻഡക്ഷൻ അങ്ങനത്തെ സാധനമാണോ എടുക്കണ്ടേ? പട്ടിക്കൂടുന്നുണ്ടോ? നോക്കണം. ഞാൻ കരുതി ആരെ കിടക്കണം അവിടെ. പഴയ ഡ്രസ് ഇത്ര സ്ഥലം. ഈ വഴിയാണ് ഇതിൻ്റെ കയറി വരുന്ന മെയിൻ വഴി. പക്ഷെ അത് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഗേറ്റ് ഇട്ട് അടച്ചേക്കാണ് അവിടെ. അതുകൊണ്ട് നമുക്ക് അതുവഴി വരാൻ പറ്റൂല. അതുകൊണ്ട് ബാക്ക് സൈഡ് വഴിയാണ് വന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം. ബംഗ്ലാവിൻ്റെ ബംഗ്ലാവെന്ന് പറയത്തില്ല അല്ലേ, വീട്, ഒരു വീട്ട് സെറ്റപ്പ് എന്ന് പറയാം. കറക്റ്റില്ലേ? ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ മാനസിക രോഗികളെയൊക്കെ ചികിത്സിക്കുന്ന അത് എൻ്റെ ഓർമ്മയാണ് എനിക്കിതൊക്കെ കാണാൻ പോയിരുന്നു. തരങ്ങുണ്ടോ? വെട്ടടിച്ചോ? ഹോസ്പിറ്റൽ പോലെ നിങ്ങൾ പറഞ്ഞ കണക്കെ എന്തോ ഹോസ്പിറ്റൽ മൊത്തം ദ്രവിച്ചു കേട്ടോ. നേരെ കാണാൻ ഈ അഴിയായോണ്ട് അതോടെ കാണാൻ പറ്റുന്നില്ല. ഇത് വീടല്ല, ഇവിടെ എന്തോ ഒരു ദുരൂഹതയുള്ള കണക്കല്ലേ ഇത്രയും സ്ഥലത്ത് ഈ കാണും, ഇത്രയും ഉള്ളിലേ. വല്ലാത്തൊരു നെഗറ്റീവ് ഇവിടെ വരുമ്പോ. അപ്പൊ രാത്രി വരുന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. അറ്റാക്ക് വല്ല ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും. എനിക്ക് സത്യം പറഞ്ഞ ഈ സമയത്ത് വരുമ്പോഴേ ഒരു ഫുള്ളൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് അവിടെ. അത് നല്ലപോലെ ഫീൽ ചെയ്യുന്നു. സൈലന്റ്, ഇവിടെ അടുത്ത് ചുറ്റും വീടില്ല, അങ്ങ് പുറത്തോട്ടികളൊന്നുമില്ല. എന്തൊക്കെയോ തരത്തിലുള്ള ശബ്ദങ്ങളാണ് ഇവിടെ നിന്ന് കേൾക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഈ ബംഗ്ലാവ്, സായിപ്പിൻ്റെ ബംഗ്ലാവ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഈ സ്ഥലം. ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് മൊത്തത്തിൽ. നമുക്കിവിടെ നല്ല രീതിയിൽ അനുഭവിച്ചറിയാം. ഒരു കാരണവശാലും രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ധൈര്യശാലിയാണെങ്കിലും ഉറപ്പായിട്ടും പേടിക്കും.
ഇതുപോലുള്ള കൂടുതൽ സ്ഥലങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് നമുക്ക് തരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളോടൊപ്പം എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.